Hi friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ babyshajiantony. ഈസ്റ്റർ വീക്കിൽ ഒരു സ്പെഷ്യൽ റെസിപ്പി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. നമുക്കത് വീഡിയോയിലേക്ക് പോയാലോ? ഫ്രണ്ട്സ്, ഈസ്റ്റർ സ്പെഷ്യലായ പോർക്ക് റോസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1/2 കിലോ കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞിരിക്കുന്ന പോർക്കാണ്. ഇതെന്ന് പറയുമ്പോൾ ഫാറ്റ് കുറച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 5% ഫാറ്റ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പേസ്റ്റ് അത് ഏകദേശം ഇതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വീതമുണ്ട്. അത് നമ്മൾ ചേർക്കുകയാണ്. കൂട്ടത്തിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതുകൊണ്ട്, കൂടാതെ അതിനകത്തേക്ക് ഒരു സവാള അതരിഞ്ഞതും ചേർക്കുകയാണ്. പിന്നെ അതിന് വേണ്ടുന്ന ഉപ്പ് ഏകദേശം ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ചേർത്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. നല്ലതുപോലെ നമ്മൾ കൈ കൊണ്ടത് തിരുമ്മി യോജിപ്പിക്കുകയാണ്. നല്ലതുപോലെ ഈ മസാല ഉപ്പ് എല്ലായിടത്തും ആവാൻ പാകത്തിന് നല്ലതുപോലെ തിരുമ്മി കൊടുക്കുക. നല്ലതുപോലെ ഞാൻ പെരക്കിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമ്മളിത് കുക്കറിനകത്ത് വേവിക്കാൻ വേണ്ടി പോവുകയാണ്. ഏകദേശം ഒരു 4 വിസിലെങ്കിലും വരാൻ പാകത്തിന് നമ്മൾ കുക്കറിനകത്ത് വേവിച്ചെടുക്കണം. ഇപ്പോൾ പോർക്കായാലും ബീഫായാലും ഒക്കെ നല്ലതുപോലെ നമ്മൾ വേവിച്ച് കുക്ക് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഒരു 4 വിസിലെങ്കിലും വരണം. ഞാൻ അതിനകത്തേക്ക് നമ്മൾ പെരക്കി വെച്ച മാരിനേറ്റ് ചെയ്ത പോർക്കും എല്ലാം കൂടെ മാരിനേറ്റ് ചെയ്ത് ഇട്ടു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ 1/2 കപ്പോളം വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. നമ്മൾ അടച്ച് 4 വിസിലെങ്കിലും വരുന്നത് വരെ നമ്മൾ വേവിക്കാൻ പോവുകയാണ്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഏകദേശം 1 ടീസ്പൂണിനടുത്ത് കടുക് ഇടുകയാണ്. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഞാൻ അതിനകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണിനടുത്ത് തേങ്ങാക്കൊത്ത് ഇട്ടിട്ടുണ്ട്. ഒന്ന് വഴണ്ട് വരട്ടെ. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണിനടുത്ത് ഇഞ്ചി അരിഞ്ഞതും, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണിനടുത്ത് തന്നെ ഒരു 10-15 വെളുത്തുള്ളി അരിഞ്ഞതും, 2 പച്ചമുളക് മുറിച്ച് അരിഞ്ഞിട്ടത് അതും കൂടി ഇട്ട് അതിൻ്റെ കൂട്ടത്തിൽ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇടുകയാണ്. ഏകദേശം 1/2 ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് വന്നു. ഇനി നന്നായി ഇതൊന്ന് വഴലട്ടെ. ഏകദേശം ഇതാ തേങ്ങാക്കൊത്തെല്ലാം കൂടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് വേണ്ടുന്ന മസാല ഇടാൻ പോവുകയാണ്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂണിനടുത്ത് തന്നെ കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, അടുത്ത് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ തന്നെ ഗരം മസാലപ്പൊടി നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ട്. എന്നിരുന്നാലും അത് വീണ്ടും ചേർക്കുകയാണ്. അതുപോലെ അതിൻ്റെ പച്ചപ്പ് ഒന്ന് പോകുന്നവരെ നമ്മൾ മൂപ്പിക്കുകയാണ്. വീണ്ടും അതിൻ്റെ കൂട്ടത്തിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് വേണമെങ്കിൽ കുരുമുളക് പൊടി കുറച്ചും കൂടി ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഇതിനകത്ത് വേറൊരു സ്പെഷ്യൽ ഐറ്റം കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് കുരുമുളക് പൊടിയുടെ അളവ് ഞാൻ കുറച്ചത്. അത് വേറൊന്നുമല്ല, ഞാൻ 1 ടീസ്പൂണിനടുത്ത് ഉണക്കിയ കാന്താരി മുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷനിലാണ്, കിട്ടുമെന്നുള്ള അറിയില്ല. കിട്ടുന്നവർക്ക് അത് ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുരുമുളകിൻ്റെ എരിവ് കുറച്ചത്. ഈ കാന്താരി മുളകിൻ്റെ പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും പോർക്ക് റോസ്റ്റിന്. അതിന് വേണ്ടിയാണ് അത് ചേർത്തത്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് ഇട്ടിട്ട് നല്ലതുപോലെ വലത്താൻ പോവാണ്. ഇതിനകത്ത് ചിലവരിതെല്ലാം ചേർക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും സവാള നന്നായിട്ട് വഴറ്റി ചേർക്കാറുണ്ട്. പക്ഷെ ഞാനിത് നന്നായിട്ട് ഡീപ്പ് റോസ്റ്റ് ആക്കി എടുക്കുന്നതുകൊണ്ട് ഞാൻ സവാള ചേർക്കുന്നില്ല. കാര്യം നമ്മൾ ആദ്യം സവാള മുറിച്ചിട്ടിട്ടാണ് ഇത് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. അല്ലാതെ ഇനി വേണമെന്നുള്ളവർക്ക് സവാളയും തക്കാളിയും ഒക്കെ ഇട്ട് ചിലർ ചെയ്യാറുണ്ട്. അത് ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യുക. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ സവാള ഇട്ടിട്ടില്ല. കുറച്ച് ഫ്രഷ് കരിവേപ്പിലയും കൂടി ഇടുകയാണ്. മാത്രമല്ല അതിനകത്തേക്ക് 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് ചെറിയ തീയിൽ ഇതൊന്ന് റോസ്റ്റ് ആവട്ടെ. ചെറിയ തീയിൽ ഏകദേശം ഒരു 3 മിനിറ്റും കൂടെ
ഇവിടെ വെച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് നമ്മുടെ പോർക്ക് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈസ്റ്റർ സ്പെഷ്യൽ പോർക്ക് റോസ്റ്റ്. ഈ കാന്താരിമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടതുകൊണ്ടുണ്ടല്ലോ പ്രത്യേക സ്മെല്ലാണ് കേട്ടോ വരുന്നത്. കാന്താരിമുളക് പൊടിയും ആ പെരുംജീരകത്തിൻ്റെ പൊടിയൊക്കെ ഇവിടെ ഞാനിനി ഇത് പ്ലേറ്റിലേക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കാണിക്കാം. ഓക്കെ, ഈസ്റ്ററിന് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്രാവശ്യത്തെ ഈസ്റ്ററിന് എല്ലാവരും ഒന്ന് കുറച്ച് പോർക്ക് മേടിച്ചിട്ട് ട്രൈ ചെയ്യുക. ഓക്കെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നുന്നു. എല്ലാവരും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.